KVLസിൽ നടന്ന ട്രീസ മർഡർ കേസിലെ എൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇത്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അവസാനിക്കേണ്ടിടത്ത് അവസാനിച്ചില്ല എന്നാണ് അർത്ഥം. ഞാൻ ഇനി പറയാൻ പോകുന്ന സത്യങ്ങൾ അതൊരിക്കലും പുറം ലോകം അറിയരുതെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും ഈ കേസുമായി ബന്ധപ്പെട്ട അധികാരികളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരിക്കണ്ട കാര്യങ്ങൾ ഒരിക്കൽ പോലും പുറത്തു പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവരത് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനത് പറയാൻ ശ്രമിച്ചാലും തെളിവുകൾ പറയുന്നത് ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അവർ ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അന്നത്തെ ആ രാത്രി ഞാൻ കണ്ടതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതാണ് കുഴപ്പം. എല്ലാവരും വിശ്വസിക്കുന്നത് ട്രീസയെ കൊന്നത് ഞാനാണെന്നാണ്. ഞാൻ KVLs പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് ആനന്ദ്. ഇവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് ട്രീസ എന്നൊരാൾ വിളിച്ചിരുന്നു. അതന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാ ട്രീസ. വീടിൻ്റെ ഭാഗത്ത് ആരോ ഉള്ളതുപോലെ തോന്നി. എന്തോ ശബ്ദം കേട്ടെന്നല്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്? അതെ, പക്ഷെ ഞാൻ വിളിച്ചതിന് ശേഷം ശബ്ദമൊന്നും കേട്ടില്ല. എന്തോ പെട്ടെന്ന് നിന്ന പോലെ. ഏത് ഭാഗത്തുനിന്നാണ് സൗണ്ട് കേട്ടെ? ഏത് ഭാഗത്തു നിന്നാണെന്ന് ക്ലിയർ അല്ല. ആദ്യം വീടിൻ്റെ സൈഡിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ മുറ്റത്തൂടെ എന്തോ ഓടുന്ന പോലെ കേട്ടു. ഈ മാനിൻ്റെയൊക്കെ കുളമ്പടി ശബ്ദമില്ലേ, അതുപോലെ എന്തോ. എന്താണെന്ന് ക്ലിയർ അല്ല. എന്താണെന്നറിയാൻ ഞാൻ ആദ്യം ജനലിലൂടെ പുറത്തോട്ട് നോക്കി. പിന്നെ ഞാൻ പുറത്തിറങ്ങി നോക്കി. പരിക്കുപറ്റ മൃഗമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ മുറിവുറുപ്പുള്ളൊരു ശബ്ദമാണ് കേട്ടത്. പക്ഷെ പെട്ടെന്ന് മുന്നിലുള്ള ആ ഭാഗത്തൊരു മനുഷ്യൻ്റെ രൂപം ഞാൻ കണ്ടു. അതുകൊണ്ടാണ് അപ്പം തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഞാൻ കണ്ടത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള കണ്ണുകൾ. അതാ മരങ്ങൾക്കിടയിലൂടെ എന്നെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് തവണ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതുമാണ്. കൂടുതൽ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അപ്പോൾ നിങ്ങളവിടെ ഏതോ മൃഗത്തെ കണ്ടു എന്ന് പറഞ്ഞതോ? അതിനെപ്പറ്റി എന്താണ്? അല്ല, റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. അതത്ര വലിയ കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്കത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വണ്ടിക്ക് എന്താണ് പറ്റിയത്? കൊലപാതകം നടന്ന അന്നത്തെ രാത്രി നിങ്ങളുടെ വണ്ടി ജംഗ്ഷനിലുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഓർമ്മയില്ല. സാർ, നിങ്ങളെ കുറ്റക്കാരനാക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. ഈ കേസ് നടന്നിട്ട് 2 വർഷം തികയുന്നു. ഇക്കാലം അത്രയും പൊതുജനങ്ങൾ കഥയുടെ ഒരു വശം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ജേർണലിസ്റ്റുകൾ ഒരുപാട് പേര് നിങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് കുറേ റിക്വസ്റ്റുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ തന്നെ തരപ്പെട്ടത്. താൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിങ്ങനെ വന്ന് ചോദിച്ചാൽ അതിലെന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ? സാർ, ഞങ്ങൾ അങ്ങനെ എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് പറയും. കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ അവസ്ഥ താൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടതാണ്. എനിക്കറിയാം അത് എത്രത്തോളം ഭീകരമായിരുന്നു.
ഞാൻ ട്രീസെ കൊന്നിട്ടില്ല. അതുമല്ല, അവിടെ മരണവും എനിക്ക് യാതൊരു ബന്ധവുമില്ല. സാർ പ്ലീസ്, സാറായിരുന്നു മരണം നടന്ന വീട്ടിൽ അവസാനമായി പോയത്. ഉറപ്പായും പ്രൈം സസ്പെക്ട് സാറ് തന്നെയായിരിക്കും. അതല്ലാന്ന് തെളിയിക്കാൻ കാര്യമായ തെളിവുകളുമില്ല. ഒരുപാട് നാളത്തെ ഇൻവെസ്റ്റിഗേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, തെളിവെടുപ്പുകൾ, ഒന്നിലും കാര്യമായ ഉത്തരവൊന്നുമില്ല. സോ ടുഡേ ദിസ് ഈസ് യുവർ ചാൻസ്. അന്ന് രാത്രി അവിടെ നിന്നും തിരിച്ചു വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? കോപ്പ് എന്നാ പണ്ടാരോ. ഞാൻ കേട്ട ശബ്ദം എന്തിൻ്റെ ആയിരുന്നെന്നോ അവിടെ എന്താണ് ഉണ്ടായിരുന്നതെന്നോ എനിക്കറിയില്ല. ഞാൻ ശരിക്കും പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നു നടന്നെല്ലാം റിപ്പോർട്ട് ചെയ്തു. അവിടെ നിന്നും തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്താൻ എത്ര സമയം എടുത്തു? ഒരു 20 മിനിറ്റ് മേ ബി, എനിക്ക് ഉറപ്പില്ല. സാർ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? 10 മണിക്കും 12-നും ഇടയ്ക്ക്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നത്? സാറ് പഠിച്ചതും വളർന്നതൊക്കെ കേവ് ഹിൽസിൽ തന്നെയാണല്ലേ? അതെ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് പുതിയതല്ല. മറ്റുള്ള ആളുകളെക്കാൾ ഇവിടുത്തെ ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു സീക്രട്ട് ഗവൺമെൻറ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ, ഒരു റിസർച്ച് സെൻ്റർ ഒക്കെ പോലെ. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഗവൺമെൻറ് രേഖകളിൽ പോലും ഇല്ല. ആ ഗവൺമെൻറ് പ്രോജക്റ്റ് ആരംഭിച്ചപ്പോൾ നിങ്ങളുടെ അച്ഛനെ ഈ മേഖലയിൽ നിയമിച്ചിരുന്നു അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ഫാമിലിയായി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്? അതെ.
പക്ഷേ ആ സമയത്ത് മറ്റൊന്നുകൂടി സംഭവിച്ചു. നിങ്ങളുടെ അമ്മ നിങ്ങളിങ്ങോട്ട് മാറി കുറച്ച് നാളുകൾക്ക് ശേഷം അവർ കൊല്ലപ്പെട്ടു. അതിൽ നിങ്ങളുടെ അച്ഛനായിരുന്നല്ലോ പ്രധാന സസ്പെക്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹവും മരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പറയുന്നത്. പെട്ടെന്ന് അടച്ചുപൂട്ടിയ ഒരു ഗവൺമെൻറ് റിസർച്ച് സെൻറ്റർ, അങ്ങനെയൊന്നുണ്ടായിരുന്നതിന് പോലും ഒരു തെളിവുമില്ല. നിങ്ങളുടെ അമ്മയുടെ കൊലപാതകം, അതിനുശേഷം തൻ്റെ അച്ഛൻ്റെ അൺഎക്സ്പ്ലെയിൻഡ് ഡെത്ത്, വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് മറ്റൊരു കൊലപാതകം. എങ്ങനെയോ താൻ ഇതിൻ്റെ എല്ലാ ഇടയിൽ എത്തിപ്പെടുന്നു. ഇപ്പോൾ ദാ പ്രൈം സസ്പെക്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഗവൺമെൻറ് അങ്ങനെ ഒരു റിസർച്ച് സെൻറ്റർ ഇവിടെ തുടങ്ങിയിരുന്നു. പക്ഷേ ഒരുപാട് ആളുകൾക്കൊന്നും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. എൻ്റെ അച്ഛനായിരുന്നു അതിൻ്റെ ഇൻചാർജ്. പക്ഷേ എന്തിനാണ് ഗവൺമെൻറ് ഈ സെൻറ്റർ തുടങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. അച്ഛനത് പറഞ്ഞിട്ടുമില്ല. പിന്നെ എൻ്റെ അമ്മ മാത്രമല്ല, ആ സമയത്ത് വേറെയും പല ആളുകൾ ഇതേ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് അവിടെ നടന്നതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഞാനതറിയാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അടച്ചുപൂട്ടിയതും അതിനെപ്പറ്റി പിന്നീട് പുറംലോകമൊന്നും അറിയാതിരുന്നതും. ആയിരിക്കാം, എനിക്കറിയില്ല. കൊലപാതകം നടന്ന രാത്രി സാർ കണ്ടതുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സമയം ഒരുപാടായി. നിങ്ങൾക്ക് പോവാം. ഇതൊരാളുടെ മാത്രം ജീവന്റെ പ്രശ്നമല്ല. ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയില്ല. നിങ്ങൾക്ക് പോവാം. ഇന്നലെ രാത്രി മറ്റൊരു പെൺകുട്ടി കൂടെ കൊല്ലപ്പെട്ടു. ട്രീസ കൊല്ലപ്പെട്ട അതേ രീതിയിൽ. ബോഡിയിൽ ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടായിരുന്നു. കഴുത്ത് മുറിക്കുകയും ചെയ്തിരുന്നു. അവളുടെ ബോഡി കിട്ടിയത് നിങ്ങൾ മുൻപ് താമസിച്ചിരുന്ന അതേ ഏരിയയിൽ നിന്നാണ്. അവിടെ ഒരു വീട്ടിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. ഇതൊന്നും ഇവിടം കൊണ്ട് തീരാൻ പോകുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. നിന്റെ അമ്മയ്ക്കും മറ്റു രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചതെന്ന് നീ തന്നെ പറയുന്ന ഒരു സമയം തരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആളുകൾ എന്താണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്? യാഥാർത്ഥ്യത്തെയോ അത് തെളിവുകളെയോ? തെളിവുകൾ. നമ്മൾ എന്തൊക്കെ കാണണം, കേൾക്കണം, അറിയണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് അതൊരിക്കലും പുറലോകം അറിയരുതെന്ന് അവർ തീരുമാനിച്ച കാര്യങ്ങളെ പറ്റിയാണ്. ട്രീസ കൊല്ലപ്പെട്ട ആ രാത്രി ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ഞാൻ കണ്ട ആ കാര്യം, അതാണ് കേവ് ഹിൽസിൻ്റെ ശാപം. മാഡം, മാഡം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടേ? പ്ലീസ് റെസ്പോണ്ട് ചെയ്യണം. ഹലോ, നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല.
നിങ്ങൾ ആരാ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ട്രീസ് എവിടെ? അത് മനുഷ്യരാണെന്ന് തോന്നുന്നില്ല. ഒരു മൃഗത്തെ പോലെയായിരുന്നു. ഒരുപാട് നേരം ആ രൂപം എന്നെ നോക്കി തന്നെ നിന്നു. എനിക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല. എൻ്റെ ചിന്തകളൊക്കെ മരവിച്ച പോലെയായിരുന്നു. ഒടുവിലത് എങ്ങോട്ടോ പോയി. ഞാൻ ഒരിക്കലും ആ പെൺകുട്ടി ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പാടില്ലായിരുന്നു. ഒരു പോലീസുകാരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു. ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഞാൻ ചെയ്ത വലിയ തെറ്റ്. ഞാൻ കാരണം അവൾക്ക് അവളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതൊരിക്കലും തിരുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല. കഴിഞ്ഞ 3 വർഷമായി ഈ ഒരു കാര്യം എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ആരും വിശ്വസിക്കണമെന്നില്ല, അതെനിക്കറിയാം. പക്ഷെ അതിനുള്ള തെളിവുകൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കാണുമ്പം ഇതിൻ്റെ കൂടെ ഉണ്ടാവും. സത്യം എല്ലാവരും അറിയണം. കേവിൽസിൻ്റെ ശാപം ഇനി ആരുടെയും ജീവൻ എടുക്കരുത്. ഹലോ സാർ, എസ് ഐ ആനന്ദ് സൂയിസൈഡ് ചെയ്തു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്.